ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള ഫലൂദയാണ്. അപ്പോൾ നമുക്ക് ഇഫ്താറിനാണെങ്കിലും അതുപോലെ പെരുന്നാളിനാണെങ്കിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പം നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് കസ്റ്റാർഡ് വെച്ചിട്ടുള്ളൊരു ഫലൂദയാണ് കേട്ടോ. അപ്പം നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പരിചയപ്പെടുത്താനുണ്ട്. ഒരു എഡിറ്റിംഗ് ആപ്പാണ് കേട്ടോ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഷോർട്ട് കട്ട് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ആപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ എഡിറ്റിംഗ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ആപ്പിൽ. നമ്മൾ സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നമുക്ക് ട്രിം ചെയ്തെടുക്കാനും വേണ്ടാത്തതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്യാനും സ്പീഡ് കൂട്ടാനും ഒക്കെ വോയിസ് റെക്കോർഡ് ചെയ്യാനും എല്ലാ സംഭവങ്ങളും എഫക്റ്റ് കൂട്ടി കൊടുക്കാനും എല്ലാ ഓപ്ഷനും ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് അറിയാൻ പറ്റും ഇതിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ എഡിറ്റിംഗ് ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ മല്ലിയില, പിന്നെ ഒരു പച്ചമുളക് എല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം. അപ്പോൾ ഷോർട്ട് കട്ട് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്റർ പാലിൽ നിന്നും അരക്കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട് കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുക്കാനായിട്ട്. ബാക്കി പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ കണ്ടിന്യൂ ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇത് തിള വരുമ്പോഴേക്കും നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കസ്റ്റാർഡ് കലക്കിയ ഈ ഒരു പാല്, കസ്റ്റാർഡ് പൗഡർ കലക്കിയ പാല് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരക്കപ്പ് പാലിൽ 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 ലിറ്റർ പാലായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ച് തിക്കാകും. അതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ അത്രയും തിക്കായിട്ട് വേണ്ട ഇതിന്. അതുപോലെ ഒരുപാട് ലൂസാക്കിയിട്ടും എടുക്കാണ്ട് കേട്ടോ. ഒരുപാട് ലൂസാക്കിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും നല്ലോണം തിക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ 1/4 കപ്പ് സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് വെള്ളം ഒരിച്ചിരി കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പാകത്തിന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് ഉടഞ്ഞു പോവാതെ നോക്കണം, പാകത്തിന് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലുള്ള വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തണുത്ത വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയാം കേട്ടോ. മിക്സ് ചെയ്ത ശേഷം വെള്ളം ഊറ്റിക്കളയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ 2-3 പ്രാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കുക, മിക്സ് ചെയ്തിട്ട് ഊറ്റിക്കളയുക. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യം ചെയ്താൽ ഇത് ചൂടാറി കഴിഞ്ഞാലും നമുക്കത് ഒട്ടിപ്പിടിക്കുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാറുണ്ട് ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെയും ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ ആയി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം 2-3 പ്രാവശ്യം ചേർത്തിട്ട് ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പകുതിയിലോട്ട് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരിച്ചിരി പിസ്ത എസൻസാണ്, ആ പിസ്ത കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലെയറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഓപ്ഷണലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല, പകുതി മാറ്റി വെച്ചിട്ട് പകുതിയിലോട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്ത എസൻസ് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ജ്യൂസൊക്കെ ഉണ്ടാക്കി എടുക്കാറുള്ള ഈ ഒരു എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പച്ച കളറ് കിട്ടും, ഒരു ലൈറ്റ് കളറായിട്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതുപോലെ റെഡ് കളറിലും വരാറുണ്ട് സ്ട്രോബെറി കളർ, അപ്പോൾ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ലെയറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഓരോ കാര്യങ്ങളും റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് മിൽക്ക് ചൂടാറി കഴിയുമ്പോൾ ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരത്തെ പറയാൻ വിട്ടുപോയി. അത് നല്ലോണം തണുപ്പിച്ചെടുക്കണം. ഇനി വേണ്ടത് ഇതിലോട്ട് കുതിർത്ത് വെച്ച കസ്കസാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കസ്കസ് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പക്ഷേ ഞാൻ ആപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറെ ഫ്രൂട്ട്സൊന്നും അങ്ങനെ അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആപ്പിൾ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു കസ്റ്റാർഡിലോട്ട് ഫലൂദ ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പോമോഗ്രാനറ്റ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ഡേറ്റ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിസ്തയും അതുപോലെ കാഷ്യൂ നട്ടും ആണ് കേട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ ആദ്യം ഒരു ഡ്രോപ്പ് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഏറ്റവും താഴെ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ മുകളിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ആപ്പിളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് സേമിയ, വേവിച്ചെടുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ ഒരു കളർ ചേർത്തിട്ടുള്ള സേമിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ നമുക്ക് പിന്നീട് ഇതിലോട്ട് നമ്മളുണ്ടാക്കിയ കസ്റ്റർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ താഴോട്ട് പോകില്ല. അപ്പോൾ ലെയറായിട്ട് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ സേമിയ നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ താഴോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും കളർ ചേർക്കാത്ത സേമിയ വേവിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുതിർത്ത് വെച്ച കസ്കസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താട്ടോ. ഇങ്ങനെ ലെയർ ചെയ്യുന്നതിൽ എങ്ങനെയാണോ ഭംഗി കാണുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലെയർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായി നേരത്തെ ചെയ്ത പോലെ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക, പിന്നെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക, അതുപോലെ വേവിച്ച സേമിയ. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ഗ്ലാസ്സിൽ സെർവ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത്രയും അധികം വലിയ ഗ്ലാസ്സിലൊക്കെ ഒരാൾക്ക് തന്നെ കഴിക്കാൻ പറ്റില്ല. ചെറിയ ഗ്ലാസ്സിലൊക്കെ സെർവ് ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെ. പിന്നെ ഇതുപോലെ തന്നെ ലെയർ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ വലിയൊരു ബൗളിൽ എല്ലാം ഒന്നിച്ചാക്കിയിട്ട് സെർവ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ കസ്റ്റർഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുതിർത്ത കസ്കസ് ചേർത്ത് കൊടുത്തിട്ട് ഐസ്ക്രീം വെക്കുന്നുണ്ട് കേട്ടോ, ഒരു സ്കൂപ്പ്. അപ്പോൾ ഓപ്ഷണലാണ്. ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലോട്ട് ഈ ഒരു പിസ്ത എസൻസ് കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1-2 തുള്ളി. അപ്പോൾ ഇതിലിങ്ങനെ ഗ്ലാസ്സിലിങ്ങനെ താഴോട്ടിങ്ങനെ പോകുന്ന കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ ആപ്പിൾ ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ലെയർ ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കസ്റ്റാർഡ് ഫലൂദയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് മാംഗോ വെച്ചിട്ടുള്ള ഫലൂദയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് മാംഗോ ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 1.5 കപ്പ് ബ്ലെൻഡ് ചെയ്തെടുക്കാനും ചോപ്പ് ചെയ്തത്, അതുപോലെ 1.5 കപ്പ് പിന്നീട് ലെയറിലോട്ട് ഇട്ട് കൊടുക്കാനുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം, ഒരു 2-3 ടേബിൾ സ്പൂണ്. ഇനി പാകത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാല് മൊത്തം 2 കപ്പോളം പാല് ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട, ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോന്നായിട്ട് ലെയർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാനൊരു ഇച്ചിരി റൂഅഫ്സ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ സേമിയ വേവിച്ചെടുത്തതിലോട്ടും റൂഅഫ്സ സിറപ്പ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം പിസ്ത ചേർത്ത് കൊടുത്തില്ല, അതുപോലെ തന്നെ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത പോലെ ഓരോന്നായിട്ട് ഇതുപോലെ ലെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ സേമിയ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് കവറാകുന്ന രീതിയിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ താഴെ പോകുന്നില്ല, നമുക്ക് ലെയർ ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓരോന്നും ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിൽ ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ബൗളിൽ എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അതുപോലെ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിനേക്കാളും ഭംഗിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തതും അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ച മാംഗോ ഒക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരിച്ചിരി റൂഅഫ്സ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ വെച്ചിട്ടുള്ള ഒരു ഫലൂദയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് വത്തക്ക വെച്ചിട്ടുള്ളൊരു ഫലൂദയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി വത്തക്ക ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3.5 കപ്പ് ജ്യൂസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് 2 കപ്പ് നമുക്ക് പിന്നീട് ഇതിലോട്ട് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. 1.5 കപ്പ് ഈ ഒരു വത്തക്ക ജ്യൂസ് വെച്ചിട്ട് നമുക്ക് ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3.5 കപ്പ് ജ്യൂസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട്. ഇനി നമുക്കിത് ഒന്ന് വത്തക്ക ജ്യൂസിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് വത്തക്ക ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ച ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞങ്ങൾക്ക് സെയിം ഇതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് വെച്ചിട്ട് ഇളനീർ വെച്ചിട്ടും സെയിം ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇളനീർ വെച്ച് ചെയ്യുമ്പോൾ. എനിക്ക് ഇളനീർ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളം ചൈന ഗ്രാസ് ചേർത്തിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി, ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ട്. പിന്നെ ഇളനീരിൻ്റെ കാമ്പ് വെച്ചിട്ട് മിൽക്ക് മെയ്ഡും പാലും ഒക്കെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതേപോലെ തന്നെ ഇളനീർ വെച്ചിട്ട് ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ട് ചൈന ഗ്രാസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ഈ ഒരു ട്രേയിലോട്ട് ഒഴിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ, നന്നായി സെറ്റായി കിട്ടും. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വത്തക്ക ജ്യൂസ് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ലൂസാണല്ലോ ഈ ഒരു ജ്യൂസ്. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ മാറ്റം വരും. 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് ജ്യൂസാണ് കേട്ടോ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിലോട്ട് പഞ്ചസാരയും കൂടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പോളം, ഒരു 4 ടേബിൾ സ്പൂണാണ് കേട്ടോ, 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് തിക്കായിട്ടുള്ള പാൽ, ഗുഡ് ലൈഫിൻ്റെ ആ ഒരു തിക്കായിട്ടുള്ള പാലും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് പുഡിങ് സെറ്റായിട്ടുണ്ട്. നല്ലോണം സെറ്റായിട്ടില്ല കേട്ടോ, കുറച്ച് നേരം കൂടെ വെക്കണമായിരുന്നു. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ നല്ലോണം സെറ്റായിട്ട് മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ലെയറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി.
പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് നമ്മൾ ഇതിലോട്ട് ഫലൂദൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴും അതുപോലെ സൂഫ്ലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴൊക്കെ ടെൻഡർ കോക്കനട്ടും അതുപോലെ ഈ ഒരു വത്തക്ക ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ നല്ല കളർഫുള്ളായിട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതും ലെയറിലോട്ട് ഇട്ട് കൊടുക്കാം, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നമ്മൾ വത്തക്ക ചോപ്പ് ചെയ്തത് എങ്ങനെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് വത്തക്ക ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് സേമിയ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കളറൊന്നും ചേർത്തിട്ടൊന്നുമില്ല, വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു സേമിയ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കുറച്ച് കസ്കസ് കുതിർത്തത്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് റൂഅഫ്സ സിറപ്പ് ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഫലൂദയാണ്. അപ്പോൾ ഇതും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്